കൊല്ലം ഭാഗത്തുള്ള മൺട്രോൺ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇടവകയിലെ ഒരു ഫാമിലിയോടൊപ്പമാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത്. ഇടവകയിലെ ഒരു ഭവനം, അവരുടെ ബന്ധുജനം ഈ ഒരു മൺട്രോൺ തുരുത്തിന്റെ ഭാഗത്ത് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു യാത്രയ്ക്കായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്ത ഈ ഒരു ബോട്ടിംഗ് യാത്ര ഞങ്ങൾ പ്രവേശിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് രണ്ടാം പ്രാവശ്യമാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ആദ്യ ഭാഗത്ത് ഇതിന്റെ മറുവശത്തുള്ള മറ്റൊരു ദ്വീപിലാണ് ഞാൻ എത്തിച്ചേർന്നതെങ്കിൽ മൺട്രോൺ തുരുത്ത് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത്. ചുറ്റുപാടും നോക്കിക്കഴിയുമ്പോൾ ധാരാളം ഫലവൃക്ഷങ്ങൾ, പ്രത്യേകിച്ച് കേരവൃക്ഷം നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ തുരുത്തുകളുടെ നാടാണ് മൺട്രോൺ തുരുത്ത് എന്ന് പറയുന്നത്. ഓരോ സ്ഥലവും ഓരോ ദ്വീപ് പോലെയാണ് കാണപ്പെടുന്നത്. ആ ദ്വീപുകളെ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ട അനേകം ദ്വീപുകൾ ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ബിസിനസ് കേന്ദ്രമാണ് റിസോർട്ടുകൾ എന്ന് പറയുന്നത്. പോകും വഴികളിലെല്ലാം ധാരാളം റിസോർട്ടുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പുതിയതും പഴയതുമായ ധാരാളം റിസോർട്ടുകൾ. ഇവിടെയുള്ളവർക്ക് നല്ല ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ റിസോർട്ടുകൾ എന്ന് പറയുന്നത്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പാർന്ന പ്രദേശങ്ങൾ മാത്രം. മനോഹാരിത അത് അയവിറക്കിക്കൊണ്ടാണ് ഈ ഒരു ബോട്ട് യാത്ര പോലും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടും ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കായലോരമാണ്, ജലത്തിന്റെ ലഭ്യത ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കുടിവെള്ളത്തിന് അവർ മറ്റൊരു മാർഗം തേടി പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും വിഷമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടെ തന്നെ വേസ്റ്റേജുകൾ ഡിസ്പോസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ മറ്റൊരു മാർഗം തേടേണ്ടി വരും. അങ്ങനെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷമതകളൊക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അവരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ബോട്ട് യാത്ര ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ വീട്ടുകാരുമായി ഏറെ അടുപ്പമുള്ളത് കൊണ്ട് നല്ല രീതിയിൽ റേറ്റ് കുറച്ചാണ് ഈ ഒരു ബോട്ട് യാത്ര ഞങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ബോട്ട് യാത്ര അതിമനോഹരമായ രീതിയിൽ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കായൽ ഭംഗികളെല്ലാം കണ്ടുകൊണ്ട്, ബേക്കറി സാധനങ്ങളെല്ലാം കഴിച്ചുകൊണ്ട്, കായൽ കാറ്റും ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ബോട്ട് യാത്ര ഏറെ ആസ്വാദ്യകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പല സൈഡുകളിൽ നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ചോളം ഹൃദ്യമായ ഒരു അനുഭവമാണ് ഈ ഒരു യാത്ര നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അഷ്ടമുടി കായലിലൂടെയുള്ള ഈ ഒരു യാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ പള്ളിയാന്തുരുത്ത് എന്ന് പറയുന്ന ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്യാൻ പോവുകയാണ്. അതിന് എൻട്രി ചെയ്യാൻ വേണ്ടി തന്നെയായിട്ട് ഒരു കടവുണ്ട്. ആ കടവിൻ്റെ ഭാഗത്തേക്ക് ബോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ച് കണ്ടു കഴിഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഈ പള്ളിയാന്തുരുത്ത് ഞങ്ങൾ കാണുവാൻ ഇടവന്നത്. ഇവിടെ ഇറങ്ങാമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ ഇറങ്ങാൻ സാധിക്കും. ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോ ചിത്രീകരണമാണ് ഇനി കാണാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. പള്ളിയാന്തുരുത്ത് എന്ന ദ്വീപിന്റെ ആകമാന വീക്ഷണം എന്റെ വീഡിയോയിൽ നേരത്തെ ഞാൻ പകർത്തിയത് ഇവിടെ ഒന്ന് ആഡ് ചെയ്യുകയായിരുന്നു. ഇപ്രകാരമാണ് പള്ളിയാന്തുരുത്ത് കാണപ്പെടുന്നത്. ആകമാന വീക്ഷണം. ഈ ഒരു ദ്വീപിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ബോട്ട് അതിന്റെ കടവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഭാഗമാണ് മുൻപ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ദ്വീപിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 2 ഏക്കർ സ്ഥലം വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ദ്വീപിനായിട്ടുള്ളത്. ഇവിടെ ഒരു കിണറുണ്ട്. ഇവിടെ ഏതാനും മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയതാണ് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ദ്വീപിലുള്ള സന്ദർശനമെല്ലാം അവസാനിപ്പിച്ച് തിരികെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അഷ്ടമുടി കായലിലൂടെ ഈ ഒരു നീണ്ട യാത്ര ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ ദൃശ്യഭാഗങ്ങളാണ്. അപ്പോഴാണ് ഈ ഒരു ജങ്കാർ ഭാഗം ഞങ്ങൾക്ക് കാണുവാനിട വന്നത്. എങ്ങോട്ട് നോക്കിയാലും ജലനിബിഡമായ പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ യാത്രയ്ക്ക്, പ്രത്യേകിച്ച് വാഹന യാത്രകൾക്ക് ആശ്രയിക്കുവാൻ ഏറ്റവും പറ്റിയ മാർഗം ജങ്കാർ മാർഗം തന്നെയാണ്. അവരുടെ വാഹനങ്ങൾ സഹിതം ജങ്കാർ വഴിയായിട്ട്
മറ്റു ദ്വീപുകളിലേക്കും മറ്റു തുരുത്തുകളിലേക്കും എത്തിക്കുന്ന ഒരു രീതിയാണുള്ളത്. അതിന് പരിഹാര മാർഗം എന്ന പോലെയാണ് ഈ ഒരു പാലം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും കാലങ്ങളിൽ ഇതിന്റെ പാലം പണിയൊക്കെ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ യഥേഷ്ടം ഈ ഒരു ജങ്കാറിന്റെ മാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് യഥേഷ്ടം ഈ ഒരു ഭാഗത്തുകൂടെ യാത്ര എളുപ്പത്തിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വരും കാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമായിട്ട് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. വർഷങ്ങളായിട്ട് ഇതിന്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെയും പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. രണ്ടു വശവും ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. എന്താണ് ഇത്രമാത്രം കാലതാമസം വരുത്തുന്നത് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് പോലും മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയപരമായ പിന്തുണയില്ലാത്തത് കൊണ്ടാണോ, രാഷ്ട്രീയപരമായ മറ്റ് മാർഗ തടസ്സങ്ങളാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും കുറെ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. പാലം പണി ആമ എഴയുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും യാത്രാമാർഗം ഏറെ സുഗമമാക്കുവാൻ ഈ ഒരു പാലത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നല്ല യാത്രാ അനുഭവമാണ് ഈ ഒരു ബോട്ട് യാത്ര ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത്. വന്ന വഴിയെ ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വശത്ത് ആരംഭിച്ച് മറുവശത്ത് അവസാനിക്കുന്ന രീതിയിലാണ്.